സ്മാർട്ട് യുഗമാണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കാനുള്ള സമയമില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയിലേക്ക് ചെറുപ്പക്കാരെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം. സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ മേഖലയാണ്. അതിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ, പ്രാക്ടീസ് കിട്ടിയെങ്കിൽ മാത്രമേ തൊഴിൽ ലഭിക്കുകയുള്ളൂ. സേഫ്റ്റി ടെക്കിന് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കാഡമി മാത്രമല്ല, ഒരുപാട് ഇൻഡസ്ട്രികളുടെ സേഫ്റ്റി മാനദണ്ഡങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. അത് വിചാരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ജോലി കിട്ടുമെന്നുള്ളതാണ്. ഒരിക്കലും ഉണ്ടാവില്ല. ശരിക്കും ആ പ്രാക്ടിക്കൽ മെത്തേഡ് ഉണ്ടാകുക മാത്രമല്ല, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താ, ശാരീരികമായിട്ട് അധ്വാനിക്കാൻ ബുദ്ധിമുട്ടാണ്, റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, വലിയ വലിയ പഠനങ്ങളും ഈ ഇംഗ്ലീഷും അല്ലെങ്കിൽ ഫിസിക്സും പഠിക്കാൻ താല്പര്യമില്ല. അങ്ങനൊരു മൈൻഡ് സെറ്റ് ഉണ്ട് പൊതുവെ സ്റ്റുഡൻസിന്. അപ്പോൾ ഈ ഒരു അനന്തമായ തൊഴിൽ സാധ്യതയെ സംബന്ധിച്ച് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയൊരു ആശയം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇതിനെ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ഈ മേഖലയിൽ നിന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ, അവരുടെ ആ വിഷൻ തെളിച്ചു കഴിഞ്ഞാൽ നല്ല തരത്തിലെത്താൻ സാധിക്കും. ഇൻ ഫ്യൂച്ചറിൽ അതിന് ഡിമാൻഡ് ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസം പലരും തള്ളി ഇട്ടിരിക്കുന്നവരായിരിക്കും. അത്രയും നാൾ നീയൊക്കെ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കുറേ പൈസയും കളഞ്ഞ് വീട്ടിന് ഉപദ്രവം നാടിന് ഉപദ്രവം ഇവനെ ശപിച്ചിട്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ളവരെ രണ്ട് കൈയിൽ നിന്നിട്ട് നമ്മളിങ്ങനെ സ്വീകരിക്കും. അവൻ്റെ ഉള്ളിലുള്ള സാധ്യതകളെ കാട്ടിക്കൊടുത്തുകൊണ്ട് അപ്പോൾ അവന് തന്നെ പ്രതീക്ഷയുണ്ടാവും, ഒരു സീറ്റ് റിവെഞ്ച് പോലെ. നിനക്കൊരു 50,000 രൂപ, 1,00,000 രൂപ സാലറി കിട്ടുന്നെങ്കിൽ 10 ലക്ഷം രൂപയുടെ അവർ നിന്നിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിൽ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ശമ്പളം തരുള്ളൂ. ഗൾഫ് എന്ന് വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണപ്പാടങ്ങളാണ്. നമ്മളിവിടെ കണ്ടിരിക്കുന്ന പാടം ഉള്ള പുഞ്ചപ്പാടങ്ങളൊക്കെയാണ്. അതേപോലെ ഓരോ അറബികൾക്കും വലിയ എണ്ണപ്പാടങ്ങളുണ്ടോ, അവിടെയൊക്കെ തീ പിടിക്കുമ്പം ഈ നമ്മളിവിടെ വരമ്പത്തൊക്കെ കൊക്കിരിക്കുന്ന, വെടിവെക്കാൻ അന്വേഷിക്കുന്ന, ഫയർ ഫൈറ്റ് ചെയ്യാനിരിക്കുന്ന ജോലിയാണ്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരാണ്. പേരൻസ് പോലും വന്ന് ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സേഫ്റ്റി എഡ്യൂക്കേഷൻ രംഗത്തെ കുലപതി, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ്, ഡോക്ടർ വി ജയപ്രകാശ് ആണ്. വെൽക്കം സർ. നമസ്കാരം. 35 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ കൊച്ചി ആസ്പദമാക്കിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അതിൽ PhD സാർ കരസ്ഥമാക്കി. എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനത്തിലേക്കുള്ള ഒരു തുടക്കം? ആക്ച്വലി എക്സാക്റ്റായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു 1989 മുതൽ ഈ ഒരു രംഗത്ത്, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം സേഫ്റ്റി എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയ്ക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങേറ്റം നല്ല തൊഴിൽ സാധ്യതയാണ്. സേഫ്റ്റി ഫസ്റ്റ് ദെൻ വർക്ക്, അതാണ് അവിടുത്തെ പോളിസി. അപ്പം ഈ വരും കാലഘട്ടത്തിലെ സാധ്യതകൾ മനസ്സിലാക്കി ആദ്യം തൊട്ട് ഫയർ ആൻഡ് സേഫ്റ്റി മേഖലയിലായിരുന്നു എൻ്റെ തുടക്കം. അതായത് പല ഇൻഡസ്ട്രികൾക്കും വേണ്ടിയിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുക, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സിന് സെയിൽസ്, ട്രെയിനിങ് പ്രോഗ്രാംസ്. അതിലൂടെ ഇങ്ങനെ കടന്നു വന്നപ്പോഴാണ് ഇതിൻ്റെ അനന്ത സാധ്യതകൾ നമ്മുടെ നാട്ടിലും ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഒരു അക്കാഡമിക് തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എന്ന ഒരു ഓർഗനൈസേഷൻ രൂപം കൊടുക്കുന്നത്. ഇന്നിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വന്ന് നല്ല ഹാൻസം സാലറിയോടെ അവരുടെ എക്സ്പീരിയൻസാണ് പിന്നീട് അവർ വലിയ വലിയ തലങ്ങളിലെത്തിക്കുക. അങ്ങനെ കൊടുത്ത് സജ്ജരാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇന്നിപ്പോൾ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മളിവിടെ കഴിഞ്ഞു പോയിട്ടുള്ളവരുടെ ഒരു പ്രസൻസ് ഉണ്ട്. പല പല ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷ മാനേജ് ചെയ്യുന്ന സേഫ്റ്റി ഓഫീസേഴ്സിന് കോമൺ ആയിട്ട് പറയാൻ പറ്റും. പണ്ട് കാലത്ത് ഫയർ ആൻഡ് സേഫ്റ്റി എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്, തീകെടുത്തലും. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ ഒരു മേഖലയെ പറ്റി അറിയുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഫയർ ആൻഡ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ആക്സിഡൻറ്റ് മാത്രമാണ്. അങ്ങനെ നിരവധിയായ ആക്സിഡൻറ്റുകളും ഇൻസിഡൻറ്റുകളും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെയൊക്കെ അസസ് ചെയ്യാനായിട്ട് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ മേഖലയാണ്. അതിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ, പ്രാക്ടീസ് കിട്ടിയെങ്കിൽ മാത്രമേ തൊഴിൽ ലഭിക്കുകയുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ അത്രത്തോളം അതിൻ്റെ പ്രസക്തി ഇല്ല. പിന്നെ ഉള്ളത് എബ്രോഡിലാണ്, വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് പോലുള്ള കൺട്രീസിലാണ്. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സിലബസിലൂടെ കേവലം ഒരു മാസം കൊണ്ടൊരു ക്രാഷ് കോഴ്സിലൂടെ, അതിന് മുമ്പ് വരെ വർഷങ്ങൾക്ക് മുമ്പ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് 1 ഇയർ ആയിട്ട്, 1 വർഷമായിട്ട് 2 വർഷമായിട്ട് നടത്തിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമുക്കറിയാം സ്മാർട്ട് യുഗമാണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കാനുള്ള സമയമില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയിലേക്ക് ചെറുപ്പക്കാരെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം. ഇപ്പം തന്നെ പണ്ടത്തെ പോലെ 2-3 വർഷമൊന്നും പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ക്ഷമ പുതിയ തലമുറയ്ക്കില്ല.
അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഡെപ്തിലുള്ള കാര്യങ്ങൾ, ആ ക്രിസ്പായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് പ്രാക്ടീസ് കൊടുത്ത് എളുപ്പത്തിൽ തന്നെ ജോലിയിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് തൊട്ടുള്ള ജേർണി ഇന്ന് വരെ അനസ്യൂതമായിട്ട് ഓരോ വർഷം കഴിയുന്തോറും നല്ല നല്ല ഗ്രോത്തിലേക്കും റിസൾട്ടിലേക്കുമാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ തുടക്കം വളരെ ഗ്രാജുവലായിട്ടായിരുന്നു. അത് ഫയർ സേഫ്റ്റി മേഖലയിൽ തുടങ്ങി, ഇപ്പോഴും അത് കൺസിസ്റ്റൻ്റായിട്ട് തുടരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സേഫ്റ്റി എഞ്ചിനീയറിങ്ങിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിഷയമാണിപ്പം കൂടുതൽ നമ്മൾ ഡീൽ ചെയ്തു പോരുന്നത്. ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ. എന്തുകൊണ്ടാണ് സേഫ്റ്റി ടെക്കിൽ വന്ന് പഠിക്കണം എന്ന് പറയാനുള്ളൊരു റീസൺ? നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു രംഗത്തും പൊട്ടിമുളച്ച് നമുക്ക് ഒരുപാട് വരാം തീർച്ചയായിട്ടും. അപ്പം സേഫ്റ്റി ടെക്കിന് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കാഡമി മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഇൻഡസ്ട്രികളുടെ സേഫ്റ്റി മാനദണ്ഡങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. എൻ്റെ റൂട്ടെന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഇൻസ്റ്റലേഷന്, അതിൻ്റെ സെയിൽസ്, സർവീസ്, ട്രെയിനിങ് പ്രോഗ്രാംസ്, റിസ്ക് അസസ്മെൻറ്റ്, സേഫ്റ്റി ഓഡിറ്റ്, അങ്ങനെ കേരളത്തിൽ ഏകദേശം 10,000-2000 പരം കമ്പനികളുടെ സേഫ്റ്റിയുടെ വർക്ക് കോൺട്രാക്റ്റ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അങ്ങനെ ഈ രംഗത്ത് പ്രാക്ടിക്കലായിട്ട് പല ഇൻഡസ്ട്രികൾക്കും സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനം നടത്തുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. അതൊരു വ്യത്യാസം വരുന്നത് ഇവിടെ. അപ്പം ഇത്രയും നാളത്തെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി റിലേഷൻ, ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിയുന്നവർക്ക് ഇവിടെ എക്സ്പീരിയൻസ് കൊടുക്കാൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും ഒരു ക്രാഷ് കോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഇവിടെ തന്നെയുള്ള ഇൻഡസ്ട്രികൾക്ക്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, പ്രൈവറ്റ് കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തുകയും അതനുസരിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളും റിസ്ക് അസസ്മെൻറ്റ്, ഓഡിറ്റ്, ഇതൊക്കെ നിലവിലിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടാതെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ പലപ്പോഴും ഈ നമ്മുടെ ഇവിടെ കോഴ്സ് കഴിഞ്ഞ് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, വിദേശ രാജ്യങ്ങളിലും മറ്റുള്ളിടത്തും വർക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ വന്ന് അവർ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരുണ്ട്. അപ്പം റൂട്ടെന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ പോയിട്ടുള്ളവരാണ്. ഈ 1 month ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റാണ്. ഇവിടെ കഴിഞ്ഞ് പോയിട്ടുള്ളവർ അവർ തന്നെ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് പൊട്ടിമുളച്ചു വന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അതിൽ നമുക്ക് അഭിമാനമുണ്ട്. കാരണം ഈ ഒരു മേഖലയെ പരിചയപ്പെടുത്താനും നമ്മുടെ സ്ഥാപനം അതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഒരു നാന്ദിയായി മാറി എന്ന് പറയുമ്പം നമ്മുടെ സ്റ്റുഡൻസാണ് ഇതൊക്കെ പലരും നടത്തുന്നതെങ്കിലും അതിനകത്തുനിന്നും ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പലരും നമ്മുടെ ഈ ഒരു ക്രെഡിബിലിറ്റി, ഇത്രയും നാളത്തെ സീനിയോറിറ്റി അല്ല വർക്ക് എക്സ്പീരിയൻസ് ഈ മേഖലയിൽ നിലനിൽക്കുന്നതുകൊണ്ട്, ലൈവായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ഇതര സ്ഥാപനങ്ങളെക്കാട്ടിലും ഒരു വ്യത്യസ്തത കണ്ടുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുള്ളത്. അപ്പം അതുതന്നെയാണ് പൊതുവെ നമുക്കറിയാമല്ലോ, ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ സംരംഭം ആയിക്കോട്ടെ, തുടങ്ങിക്കഴിഞ്ഞ് അത് സക്സസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലറായിട്ടുള്ള സ്വാഭാവികമായിട്ടും എല്ലാ രംഗത്തുള്ളതുപോലെ ഇതിനകത്തുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പാരമ്പര്യം, പിന്നെ ആരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവർക്ക് ഇതിനകത്തുള്ള ക്വാളിഫിക്കേഷൻ എത്രത്തോളം ഉണ്ട്, അവരിലൂടെ ഉണ്ടായ റിസൾട്ട് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മൂല്യച്യുതി സംഭവിക്കാതെ കറക്റ്റായിട്ട് പാത്തിലെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റും മറ്റ് ഇതര സ്ഥാപനങ്ങളും തമ്മിൽ സിമിലറായിട്ടുള്ള ഒരേപോലെ തന്നെ നടത്തുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ എപ്പോഴും ഞാനിപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ ഒരു എൻക്വയറി ഏത് കാര്യത്തെ സംബന്ധിച്ച് പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളൊരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിരന്തരം തിരിച്ചവർ നിങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ആ സ്ഥാപനത്തിൽ പോകണം. അവിടെ പോയി നേരിട്ട് പോയി അന്വേഷിക്കുമ്പോൾ മാത്രമേ, ഈ അന്വേഷിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, സീനിയോറിറ്റി, ഇതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ വിലയിരുത്തിയ ശേഷം മാത്രമേ ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഇതില്ലാതെ വരുമ്പോഴാണ് പലയിടത്തും പോയി മിസ്ഗൈഡ് ചെയ്ത് പോകുന്നത്. നമ്മുടെ സ്ഥാപനം തന്നെ ഇപ്പോൾ പഠിക്കാൻ വരുന്നതിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ മുൻപ് ഈ പരസ്യങ്ങളൊക്കെ കണ്ട് ചാടി പുറപ്പെട്ട് പലയിടത്തും പോയി ജോയിൻ ചെയ്യും. അപ്പോൾ അവർ കുറേ ഓഫറുകളും അതും ഇതൊക്കെ കൊടുക്കുമ്പം അതിലങ്ങ് ആകർഷിച്ചാവും. കാരണം ഇതിൻ്റെ ട്രാക്ക് എന്താണെന്ന് അറിയുന്നില്ല. അവർ വിചാരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ജോലി കിട്ടുമെന്നുള്ളതാണ്. ഒരിക്കലും ഉണ്ടാവില്ല. ശരിക്കും ആ പ്രാക്ടിക്കൽ മെത്തേഡ് ഉണ്ടാകുക മാത്രമല്ല, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പലരും ഈ മറ്റുള്ള ഇതര
ഇതേപോലെ നടത്തുന്ന സ്ഥാപനങ്ങളെക്കാട്ടിലും നമ്മളെ ഒരു പ്രത്യേക ഒരു ശ്രദ്ധ കൊണ്ടുകൊണ്ട് ഇങ്ങോട്ട് കൂടുതൽ ആൾക്കാർ എത്താറുള്ളത്. എങ്ങനെയാണ് +1 +2 കഴിഞ്ഞ ഒരാൾക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്ക് ഈ ഒരു സേഫ്റ്റി ഓഫീസർ ട്രെയിനിങ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. കാരണം മിനിമം ഒരു ക്വാളിഫിക്കേഷൻ വെച്ചാൽ 10th തൊട്ട് മുകളിലോട്ട് ഒരു 19 വയസ്സ് തൊട്ട് ഏജ് 19 വയസ്സ് തൊട്ട് മുകളിലോട്ട് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഇതിനകത്ത് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വലിയ മാത്സോ അല്ലെങ്കിൽ വലിയ ഫിസിക്സോ കെമിസ്ട്രിയോ ഒന്നും തന്നെയല്ല, സാമാന്യ ബുദ്ധിയാണ്. ഓരോരോ കമ്പനിയുടെ ചില പോളിസികളുണ്ട്, ആ പോളിസി അനുസരിച്ച് കാര്യങ്ങൾ അറിയാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ടാലൻ്റാണ് വേണ്ടത്. പിന്നെ ഇതിനകത്തുള്ള അഭിരുചി തന്നെയാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എഴുതുന്നവരുണ്ട്. ഇപ്പോൾ SLC കഴിഞ്ഞു, അല്ലെങ്കിൽ BTech ആണ്, MBA ആണ്, അതിന് ഡ്രോപ്പ് ഔട്ടാണ്, ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഗ്രാജുവേഷനോ അണ്ടർ ഗ്രാജുവേഷനോ എന്തായാലും ഒരു 19 വയസ്സിന് മുകളിലോട്ടുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ അവരെ ആദ്യം അവരുടെ ഉള്ളിലേക്ക് ഇതാക്കുക, സന്നിവേശിപ്പിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മളൊരു തിയറിക്കലായിട്ട് പലതും പഠിക്കാം, പക്ഷേ അപ്ലൈ ചെയ്യണമെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ പ്രാക്ടിക്കൽ നോളജ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതാത് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടെങ്കിൽ സ്ഥാപനത്തിനേ കിട്ടുള്ളൂ. ഞാനെപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു സ്കില്ല് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ആശാരിപ്പണി പഠിക്കണമെങ്കിൽ, കാർപ്പൻട്രി പഠിക്കണമെങ്കിൽ ഒരു ആശാരിയോടൊപ്പം നിൽക്കണം അല്ലേ? നല്ലൊരു ലോയർ ആകണമെങ്കിൽ അത് സീനിയറായിട്ടുള്ള ലോയറോടൊപ്പം തന്നെ നിൽക്കുമ്പോൾ മാത്രമേ ആ ഒരു എല്ലാ ടെക്നിക്കൽ സൈഡുകളും നമ്മൾ അറിയുള്ളൂ. അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു 10th തൊട്ട് മുകളിലോട്ട് ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും നമുക്കിവിടെ ചേർന്ന് പഠിച്ച് ഒരു മാസം കൊണ്ട് തന്നെ ഇവരെ അകത്ത് നല്ല കോൺഫിഡൻ്റ് ആക്കും. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സേഫ്റ്റിയുടെ മാനദണ്ഡങ്ങളെല്ലാം പഠിപ്പിച്ച് ഏത് ഇൻ്റർവ്യൂവിനും പോയി കഴിഞ്ഞാൽ അവരെന്തെല്ലാം ചോദിക്കും, ആ ചോദ്യത്തിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഉള്ളിലേക്ക് പിന്നെ 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ആകുകയും ചെയ്യുന്നു. പറഞ്ഞു വരുമ്പോൾ 1 മന്തേ ഉള്ളൂ. 1 മന്ത് കഴിഞ്ഞാൽ ഫുൾ ടൈമാണ്. നമുക്കിവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ തന്നെ ഓൺ ഹോസ്റ്റൽ സൗകര്യമാണ്. എൻ്റെ സ്വന്തം ബിൽഡിങ്ങുകളാകുമ്പോൾ അതെല്ലാം ഫ്രീ ആണ്. താമസിപ്പിച്ച് ചിലപ്പോൾ രാത്രിയിലൊക്കെ കോച്ചിങ് കൊടുക്കും, സ്പെഷ്യൽ ക്ലാസ്സൊക്കെ വെക്കും. എൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർ രക്ഷപ്പെടണമെന്നുള്ളത് അവരെക്കാട്ടിലും കൂടുതൽ എനിക്ക് ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനുണ്ട്, ഹോൾ ടീമിന്. കാരണം ഇവർ ഒന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി കിട്ടുക. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ് 10 പേര് ഇവിടെ വരികയുള്ളൂ. അതിന് മൗത്ത് ടു മൗത്ത് പോസിറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയും. അത്തരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പോകുമ്പോൾ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ്. അവരൊരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ വിതിൻ 1 or 2 months എബ്രോഡിലേക്ക് കൊടുക്കത്തക്ക രീതിയിൽ പ്ലേസ്മെൻറ്റിന് ഉതകുന്ന രീതിയിൽ ഇവരെ പെർഫെക്റ്റ് ആക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10th തൊട്ട് മുകളിലോട്ട് ഏത് പ്രായത്തിലുള്ളവർക്കും വരാനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ബി ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരുന്നു? ആക്ച്വലി പറഞ്ഞില്ലേ, അക്കാഡമിക്കലി ഞാൻ എൻ്റെ പ്രൊഫഷനിലോട്ടൊക്കെ പോകുമ്പോൾ തന്നെ ഒരു വൈവിധ്യമുള്ള മേഖലയൊക്കെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുമായിരിക്കും. ഓരോ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണല്ലോ, യൂണീക്ക് എന്ന് പറയും. അപ്പോൾ പുതിയ പുതിയ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഉള്ള സാധ്യതകളെ സംബന്ധിച്ചൊരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു കാലഘട്ടത്തിൽ ഫയറും സേഫ്റ്റിയും അല്ലെങ്കിൽ സേഫ്റ്റി മേഖലയെപ്പറ്റി നമ്മുടെ നാട്ടിൽ വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ വിദേശത്തൊക്കെ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ പോയിട്ട് വരുമ്പം ഈ ഒരു തൊഴിൽ സാധ്യതയെ പറ്റിയൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ക്യൂരിയോസിറ്റിയോട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു സേഫ്റ്റി ഓഫീസറുടെ അല്ലെങ്കിൽ സേഫ്റ്റി മേഖലയിലെ ജോലി എന്താണ്, നമ്മുടെ നാട്ടിൽ കേട്ട് കഴിവില്ലാതാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഫിസിക്കലായിട്ട് എഫേർട്ടുള്ളതൊന്നും അല്ല, എന്നാൽ മെൻ്റലി മാനസികമായിട്ട് ഈ മേഖലയെ പറ്റി മറിഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താ, ശാരീരികമായിട്ട് അധ്വാനിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. വലിയ വലിയ പഠനങ്ങളും ഈ ഇംഗ്ലീഷും അല്ലെങ്കിൽ ഫിസിക്സും പഠിക്കാൻ താല്പര്യമില്ല. അങ്ങനൊരു മൈൻഡ് സെറ്റ് ഉണ്ട് പൊതുവെ സ്റ്റുഡൻസിന്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു മേഖലയാണെന്ന് ഉള്ളൊരു ഐഡിയ വിദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു അനന്തമായ തൊഴിൽ സാധ്യതയെ സംബന്ധിച്ച് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയൊരു ആശയം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇതിനെ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ഈ മേഖലയിൽ നിന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ, അവരുടെ ആ വിഷൻ തെളിച്ച് കഴിഞ്ഞാൽ നല്ല തരത്തിലെത്താൻ സാധിക്കും, ഇൻ ഫ്യൂച്ചറിൽ അതിന് ഡിമാൻഡ് ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഈ ഒരു സംഗതി സെലക്ട് ചെയ്യാനും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഓഫ് കോഴ്സ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെയായിരുന്നു ബൈ പ്രൊഫഷൻ തുടങ്ങുന്നത്. ആദ്യം ഈ ഫയർ സേഫ്റ്റി എഞ്ചിനീയറിംഗ് മേഖലയിൽ ആദ്യകാലം തൊട്ട് പ്രൊഫഷണലി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷനായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ള ചിന്തയിലൂടെയാണ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് പുറത്തു വരുന്നത്. തുടക്കകാലത്തിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ട്. കാരണം നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ എന്താണ് സേഫ്റ്റി, എന്താണ്. ആദ്യം അവർക്ക് തീയും തീകെടുത്തലുമാണോ എന്നുള്ളതാണ്.
പലരും അഡ്മിഷനായിട്ട് കുട്ടികളെ കൊണ്ട് വരുമ്പോൾ പേരൻസ് ചോദിക്കാറുണ്ട്, ഇത് വലിയ റിസ്ക്കുള്ള ജോലിയൊക്കെ അല്ലേ? അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേപ്പറിലൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. ഗൾഫെന്ന് വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തീപിടുത്ത എണ്ണപ്പാടങ്ങളാണ്. നമ്മളിവിടെ കണ്ടിരിക്കുന്ന പാടം ഇവിടെയുള്ള പുഞ്ചപ്പാടങ്ങളൊക്കെയാണ്. അതേപോലെ ഓരോ അറബികൾക്കും വലിയ എണ്ണപ്പാടങ്ങളുണ്ടോ, അവിടെയൊക്കെ തീ പിടിക്കുമ്പം ഈ നമ്മളിവിടെ വരമ്പത്തൊക്കെ കൊക്കിരിക്കുന്ന വെടിവെക്കാനിരിക്കുന്ന ഫയർ ഫൈറ്റ് ചെയ്യാനിരിക്കുന്ന ജോലിയാണോ, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരാണ്. പേരൻസ് പോലും വന്ന് ചോദിക്കാറുണ്ട്, ഇങ്ങനെ തീ കെടുത്താനായിട്ട് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇരിക്കുന്ന ആൾക്കാരാണോ എന്നൊക്കെ പറയും. അപ്പോൾ അത് അത്തരത്തിൽ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ജോലിയാണ് എന്ന് പ്രതീക്ഷിച്ചും ആൾക്കാർ വരാറുണ്ട്. അപ്പം ഞാനിപ്പം വരുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചായിരുന്ന പോലെ, നീ എന്ത് ജോലിയാണെന്ന് വല്ല പിടിയുണ്ടോ, ഇത് അഡ്മിഷനൊക്കെ എടുക്കുക, അല്ല ശമ്പളമൊക്കെ കിട്ടും. ഒപ്പം നമുക്ക് ആദ്യം എൻ്റെ ആഗ്രഹം ഒരു പോലീസാകണമെന്നായിരുന്നു, SI ആകണമെന്ന്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ രീതിയും കാര്യങ്ങളും വെച്ച്. അതൊക്കെ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പട്ടാളത്തിൽ ചേരാമെന്ന് ചോദിച്ചു. അപ്പോഴും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായി. പിന്നെയാണ് ഫയർ ഫൈറ്റിങ്, അതൊരു ത്രില്ലിങ് ജോലിയാണല്ലോ. അപ്പോൾ അവൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ തീയും തീകെടുത്തലും. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഫയർഫോഴ്സൊക്കെ പോകുന്നു, മണിയൊക്കെ ഇടിച്ച് പോകുന്നു, അതേ വലിയ ത്രില്ലിങ്. പിള്ളേരുടെ ആ ഒരു പ്രായത്തിൽ അതാണ് തോന്നൽ വരിക. അങ്ങനെയൊക്കെയാണ് വന്ന് പ്രതീക്ഷിച്ച് വരുന്നത്. ഓക്കെ, അതൊരു ഭാഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കിച്ചുകൊണ്ട് തന്നെ കോഴ്സൊക്കെ തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നിപ്പം അവരൊക്കെ പോയി രക്ഷപ്പെട്ടിട്ട് ഭയങ്കരമായ രീതിയിൽ പറയാറുണ്ട്, ഞാൻ അന്ന് തീയെടുത്തില്ലെന്ന് പറഞ്ഞാൽ വന്നെങ്കിലും ഇപ്പം വേറെ ലെവൽ ഒരു മാനേജീരിയൽ സ്റ്റാഫായിട്ടാണ് മാറുന്നത്. അത് നമുക്ക് ഫിസിക്കലി വർക്ക് ചെയ്യാനൊന്നുമില്ല, എഫർട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഫിസിക്കലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ വർക്ക് ഫോഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രൊഫഷനായിട്ടാണ് മാറുന്നത്. ഒരു അതോറിറ്റി നമുക്ക് കിട്ടും. പൈസ മാത്രമല്ല ഒരു പ്രൊഫഷണൽ ഉദ്ദേശിക്കുന്നത്. ശമ്പളം ഒരു ഘടകമാണ്, പക്ഷേ അതിനപ്പം നമുക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അപ്പം അതിന് പല ഘടകങ്ങൾ, പല ക്രൈറ്റീരിയകളുണ്ട്. അത് മണി വേണം, പവർ വേണം, അല്ല ഫ്രീഡം വേണം. ഇതൊക്കെയാണ് ഒരു പ്രൊഫഷനിൽ നിന്ന് നമ്മളെ സക്സസ് ആക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ഈ സേഫ്റ്റി മേഖല എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് അബദ്ധത്തിലൂടെ വിഷയം എന്താണെന്ന് അറിയാൻ പാടില്ലാതെ വന്ന് പിന്നീട് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ പലർക്കും തമാശയാണ്. എന്താണെന്നറിയാൻ മേലാതെ വന്നു, കഥയറിയാതെ വന്നു, പിന്നെ അവരുടെ ആ ഉള്ളിലുള്ള ക്വാളിറ്റിയെ തിരിച്ചറിഞ്ഞ് വേറൊരു മേഖലയിലോട്ട് എത്തപ്പെട്ട അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ പല വിദ്യാർത്ഥികളിലും സംഭവിക്കാറുണ്ട്. ഈ സേഫ്റ്റി ഓഫീസർ ട്രെയിനിങ് കോഴ്സിൻ്റെ സിലബസ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഓക്കെ, ഏതൊരു വിഷയത്തിനാണെന്ന് ഒരു സിലബസ് ഉണ്ടായിരിക്കുമല്ലോ, ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് വരുന്നത് വൈ സേഫ്റ്റി, എന്തിനാണ് സേഫ്റ്റി എന്നുള്ള ഒരു സിലബസ് ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നോക്കുന്ന കണക്കല്ലല്ലോ. ഒരു കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോളിസിക്ക് വളരെയേറെ, എല്ലാ കമ്പനികൾക്കും വ്യത്യസ്ത പോളിസികളാണ്, നയങ്ങളുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സേഫ്റ്റി പോളിസി എന്ന് പറയുന്നത്. ഈ സേഫ്റ്റി പോളിസിയിൽ പറയുന്ന റിസ്ക് അസസ്മെൻറ്റ്, സേഫ്റ്റി ഓഡിറ്റ്, അത് കണക്ക് തന്നെ ജോബ് സേഫ്റ്റി അനലൈസിസ്, ഇതെല്ലാം ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അങ്ങനെയുള്ള ചില സബ്ജക്റ്റുകൾ, റിസ്ക് അസസ്മെൻറ്റ്, സേഫ്റ്റി ഓഡിറ്റ്, ജോബ് സേഫ്റ്റി അനലൈസിസ്, പിന്നെ വന്നിട്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ കൺഫൈൻ സ്പേസ് എൻട്രി, സ്കാഫോൾഡ്, ഇങ്ങനെ നിരവധിയായ ഒരു 10-40ഓളം സബ്ജക്റ്റുകൾ ഇതിനകത്ത് വളരെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ളൂ. ഇതെല്ലാം തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള സിലബസാണ്, നമ്മുടെ നാട്ടിൽ കാണുന്ന സംഭവമല്ല. അതിൽ വൺ ഓഫ് ദ ഒരു പോയിൻ്റാണ് ഫയർ സേഫ്റ്റി എന്ന് പറയുന്നത്. പല ഇൻസിഡൻറ്റുകളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള സിലബസുകളെ വസ്തുനിഷ്ഠമായിട്ട് കൃത്യമായ രീതിയിൽ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ മാറിക്കൊണ്ടിരിക്കും. ആ സ്റ്റാൻഡേർഡിന് ഉതകുന്ന രീതിയിൽ ഇവിടെ വെച്ച് നമ്മൾ പ്രാക്ടീസ് കൊടുത്ത് മനസ്സിലാക്കിക്കുക ഫസ്റ്റ്. ദെൻ ഇവരുടെ ഉള്ളിലേക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് ക്രോസ് ചെക്ക് ചെയ്യും നമ്മൾ. അതായത് ഇവരെ കൊണ്ട് തന്നെ സെക്ഷൻ എടുപ്പിക്കും. പിന്നെ അതുകൂടാതെ ഈ പഠിച്ച കാര്യങ്ങളും പുറത്തോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള പോളിസിയായിട്ട് ഇവർക്ക് കൃത്യമായ രീതിയിലുള്ള ഐഡിയ കിട്ടണം, അല്ലെങ്കിൽ തപ്പിപ്പോകും. അപ്പോൾ അതനുസരിച്ച് സിലബസുകളുടെ കേസിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എബ്രോഡിലുള്ള വിദേശ സ്റ്റാൻഡേർഡിൽ മാറിക്കൊണ്ടിരിക്കും സേഫ്റ്റിയുടെ സ്റ്റാൻഡേർഡ്. പലപ്പോഴും ചില 8-10 വർഷങ്ങൾക്ക് മുമ്പ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരുണ്ടാവും, പക്ഷേ ഇപ്പോഴത്തെ സിലബസ് മാറിയിട്ടുണ്ടാവും. ഇതുകൊണ്ട് അപ്ഡേഷൻ തന്നെ പലരും ആൾക്കാരും വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇൻ്റർവ്യൂവിനെ ഒന്നും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം സേഫ്റ്റിക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൂടി വരുമ്പം സിലബസുകളും അതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും, സ്റ്റാൻഡേർഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ലൈം നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികൾ പഠിക്കാൻ വരുന്നവർ ആദ്യം എല്ലായിടത്തും ഇതേപോലെ തന്നെയാണെന്ന് വിചാരിക്കും. പക്ഷേ കൃത്യമായ സിലബസും ആ സിലബസ് അവരുടെ ഉള്ളിൽ എത്തിച്ച ശേഷം അതിന് പ്രാക്ടിക്കലി അവർക്കത് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രാവീണ്യം കൂടെ നമുക്ക് നൽകാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഈസി ആയിട്ട് 1 മാസം കൊണ്ട് തന്നെ എല്ലാവർക്കും സക്സസ് ആയി പോകാൻ സാധിക്കുന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻസിലേക്ക് എത്തിച്ചേരുന്നത്? സാധാരണഗതി നമ്മുടെ ബാച്ച് ഇന്ന് വരെ അങ്ങനെ എല്ലാ മാസമാണെന്ന് പറഞ്ഞില്ലേ, ഒറ്റ മാസം പോലും നമുക്ക് ബ്രേക്ക് സ്റ്റോപ്പ് ആക്കേണ്ടി വന്നിട്ടില്ല. ഈവൻ കോവിഡിൻ്റെ സമയത്ത് പോലും എനിക്കൊന്ന് 1-2 മാസം മാത്രമേ പീക്ക് സ്റ്റേജിൽ മാത്രമേ ഓഫ്ലൈൻ ഓഫാക്കിയിട്ടുള്ളൂ. അപ്പോഴും ഓൺലൈനിൽ നടക്കുന്നുണ്ടായിരുന്നു.
ഇപ്പോഴും ഓഫ്ലൈനിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ചില വിദേശത്തൊക്കെയുള്ള സ്റ്റുഡൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അവിടെ ചെന്ന ശേഷം അതിൻ്റെ സാധ്യത അറിയുന്നത്. അപ്പോൾ ഓൺലൈനിലും നമ്മൾ ഈ സെക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പം വിദ്യാർത്ഥികൾ കൂടുതലും വരുന്നത് നേരത്തെ പറഞ്ഞു മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി എന്നുള്ളത്. ഇവിടെ ഒരു 40-50 സ്റ്റുഡൻസ് ഒരു മാസം ഉണ്ടെങ്കിൽ ഇവർ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ആയി ഏത് ഇൻ്റർവ്യൂവിന് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് സെലക്ഷൻ ആകാൻ പറ്റും. നമ്മളൊരു ലാഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവരെ അതിന് പര്യാപ്തമാക്കിയ ശേഷം ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവരങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ അവരുടെ കമ്പനിയിൽ തന്നെ നിരവധി വേക്കൻസികളൊക്കെ പിന്നീട് വരാം. അവരപ്പോൾ സീനിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ആ നാട്ടിലുള്ള അവരുടെ റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയൊക്കെ അപ്പം തന്നെ കേടിയും, സാറേ ഇത് ഇങ്ങനെ ഒരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിച്ചു പറയാം, എൻ്റെ ഒരു ബ്രദറാണ് അങ്ങോട്ട് വിടുന്നുണ്ട്, ഇവിടെ 4 വേക്കൻസി വന്നിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിടാറുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വലിയ അഡ്വർടൈസ്മെൻറ്റ് ഒന്നും തന്നെയില്ല. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വലിയ വലിയ ഹോർഡിങ്സുകളും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിലാണ് ഒരുപാട് കാര്യങ്ങൾ, അതിലോട്ടാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള പബ്ലിസിറ്റിക്കൊക്കെ ഉപരി ഓരോ വ്യക്തികളും നേരിട്ട് ഇവിടെ കഴിഞ്ഞ് പോയിട്ടുള്ളവർ അവരുടെ അനുഭവത്തിൽ നിന്നും അവർക്ക് കിട്ടിയ റിസൾട്ടിൽ നിന്നും അവരാണ് മറ്റുള്ള ആൾക്കാരെ ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നത്. അത് എപ്പോഴും സ്ഥായിയായിട്ടുള്ളതും സോളിഡായിട്ടുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസ് എല്ലാ മാസവും ഇവിടെ നമുക്ക് ഫുള്ളാണ്, ബാച്ചല്ല. ആ ഫുള്ളായി പോകാനുള്ള കാരണം തന്നെ ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ബാച്ചിലേക്കുള്ളത് നമ്മുടെ സീനിയർ പ്രീവിയസ് സ്റ്റേജിലുള്ളവരെല്ലാം തന്നെ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടൊരു സ്ലോട്ട് മാത്രമേ എടുക്കാറുള്ളൂ. ഇവരെ പ്രാക്ടീസ് കൊടുത്തു വിട്ടിട്ട് അടുത്ത ആളെ വിടാറുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എപ്പോഴും നമ്മളിലേക്ക് എത്തിച്ചേരുന്നവരെല്ലാം മെയിനായിട്ട് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇങ്ങോട്ട് എത്താറുള്ളത്. എങ്ങനെയാണ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിന് പോലും പഠിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണോ? തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ ആവറേജ് സ്റ്റുഡൻസ് പറയുമ്പോഴത്തേക്ക് അധികം അക്കാഡമിക്കലി സക്സസ് ആകാത്ത, ഇപ്പോൾ 10ാം ക്ലാസ് +2 ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഏത് വ്യക്തികൾക്കും ഇതിനകത്തൊരു അഭിരുചി ഉണ്ടവർക്ക് താല്പര്യം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് നേരത്തെ പറഞ്ഞത്. അങ്ങനെയുള്ള സാധാരണ സ്റ്റുഡൻസാണെന്ന് പറഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് സിലബസ് മനസ്സിലാകത്തക്ക രീതിയിലാണ് നമ്മളിവിടെ കോച്ചിങ് കൊടുക്കുന്നത്. അതിനായിട്ട് ഈ സ്റ്റാൻഡേർഡ് മാറുന്നതനുസരിച്ച് ഈ റിസ്ക് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ ഓരോ പ്രദേശത്തെ കമ്പനിക്കുള്ളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ എയർപോർട്ട്, ഷിപ്പ് യാർഡ്, അല്ലെങ്കിൽ അതനുസരിച്ച് ഇൻഡസ്ട്രികൾ, കൺസ്ട്രക്ഷൻ കമ്പനികൾ, ഓയിൽ ഇൻഡസ്ട്രി, ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ്. ഓരോ കമ്പനികൾക്കും വ്യത്യസ്തമായ പോളിസിയുണ്ട്. ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കൃത്യമായി കോച്ചിങ് കൊടുക്കുന്നത്. അതിവിടെ നമ്മൾ മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പ്ലസ് ലാംഗ്വേജിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ഇവരെ ഇംഗ്ലീഷും ഹിന്ദിയുടെയും കൂടെ സെക്ഷൻസ് കൊടുക്കും. കാരണം 1-1.5 മാസം കൊണ്ട് തന്നെ ഇവരെ കാര്യങ്ങൾ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് ഡെലിവറി നടത്തണമെങ്കിൽ ഒരു ലാംഗ്വേജിൻ്റെ ഒരു സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കും. അങ്ങനെ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഭയമുള്ള കുട്ടികളുണ്ടാവും ഒരു ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാനോ. ഈ ഭയം വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു വിഷയത്തെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായി. അപ്പോൾ ആദ്യം ആ വിഷയം നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവരുടെ ജനറ്റിക്കായിട്ടുള്ള പല ബിഹേവിയറിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് സൈക്കോളജിയുടെ സെക്ഷൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു സൈക്കോളജിസ്റ്റും കൂടെയാണ്. അപ്പോൾ എൻ്റെ ഫോൾ ടീമും അത് കണക്ക് തന്നെ സൈക്കോളജി ബേസ് ഉള്ളവരാണ്. അപ്പോൾ ഇവരുടെ മാനസികമായ രീതിയിലുള്ള ഒരു പക്വമാക്കുക എന്ന് പറഞ്ഞ പരിപാടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ സ്ഫുടം ചെയ്തെടുക്കും. ഇവർ പലപ്പോഴും ചില ദുശീലങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം ബാംഗ്ലൂർ, മദ്രാസ്, എവിടെയൊക്കെ പോയിട്ട് വലിയ ബിടെക്കിനൊക്കെ പോയി ജോയിൻ ചെയ്തുള്ളതായിരിക്കും. പക്ഷേ അവർക്ക് അവരുടെ സ്വഭാവം പല കാരണങ്ങളാൽ പോയിട്ട് ഡ്രോപ്പ് ഔട്ടൊക്കെ ചെയ്തു വരും. അപ്പം പിന്നെ നിരാശരായി ഈ മൊബൈലൊക്കെ കുരുങ്ങി മദ്യവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന പിള്ളേർ. അപ്പം ഇവർ പേരൻസിന് വലിയ തലവേദന അവരെ കൊണ്ട് പറഞ്ഞാലും കേൾക്കില്ല, ഇവൻ്റെ ഭാവിയെ പറ്റി ഒരു ഉത്കണ്ഠയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മുടെ സെൻറ്ററിൽ വരും. ചുരുക്കം പറഞ്ഞാൽ ഒരു ദുർഗുണ പരിഹാര പാഠശാല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവരെ എന്ത് ചെയ്യും, സൈക്കോളജിക്കലി ഒന്ന് ട്രാൻസ്ഫോം ചെയ്തെടുക്കും. അവന് ജീവിത ലക്ഷ്യമുണ്ടെന്ന്, നിൻ്റെ ഉള്ളിലൊരു കഴിവുണ്ടെന്ന്. എല്ലാ വ്യക്തികളുടെ ഉള്ളിൽ ചില പ്രത്യേക കഴിവുണ്ട്, ആ സ്കില്ലുണ്ട്. അവന് ചില പ്രത്യാശകൾ കൊടുക്കും. ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരാശരായി പോയത്? അവന് ജീവിതത്തെപ്പറ്റി വലിയ കാഴ്ചപ്പാടില്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖലയാണ് അവൻ്റെ ഉള്ളിൽ കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് എത്താൻ എന്താ മാർഗം? അവൻ്റെ സ്വഭാവം മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ സ്വഭാവം മാറ്റാൻ എന്ത് ചെയ്യണം? നിങ്ങൾ സൈക്കോളജിക്കലായിട്ട് ഇവനെ ശരിക്കും പലരും തള്ളി ഇട്ടിരിക്കുന്നവരായിരിക്കും. അത്രയും നാൾ നീയൊക്കെ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കുറേ പൈസയും കളഞ്ഞ് വീട്ടിന് ഉപദ്രവം നാടിന് ഉപദ്രവം ഇവനെ ശപിച്ചിട്ടിരിക്കുകയായിരിക്കും എല്ലാവരും. അങ്ങനെയുള്ളവരെ 2 കൈ നീട്ടി നമ്മളിങ്ങനെ സ്വീകരിക്കും. അവൻ്റെ ഉള്ളിൽ ആ സാധ്യതകളെ കാട്ടിക്കൊടുത്തുകൊണ്ട് അപ്പോൾ അവന് തന്നെ പ്രതീക്ഷയുണ്ടാവും, ഒരു സീറ്റ് റിവെഞ്ച് പോലെ. യെസ്, ഇത്രയും നാളും എനിക്ക് പറ്റിയ പരാജയത്തിന് ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം. ഇത്തരത്തിലുള്ള ഒരു ആവേശം, ഒരു വാശി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരെ മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ അവൻ്റെ ഭയവും മാറ്റി, ഉത്കണ്ഠയും മാറ്റി, ടെൻഷനോ ഡിപ്രഷനോ ദുശീലോ ഇതെല്ലാം സ്വയം മാറ്റിച്ചുകൊണ്ട് നല്ലൊരു
പെർഫെക്റ്റായിട്ട് സാധാരണ ഒരു സ്റ്റുഡൻറ്റിനെ പോലും ആക്കി. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമാൻഡിങ് പവറുള്ള ഒരു അതോറിറ്റീസിൻ ജോലിയാണിത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റം നോക്കാം, ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ ഡ്യൂട്ടി അറിയാമല്ലോ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിനും ജനങ്ങൾക്കും ഇടയ്ക്ക്, അതായത് ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളാണ്. എന്ന് പറഞ്ഞാൽ സേഫ്റ്റി എന്ന് പറയുന്നതും സേഫ്റ്റി ഓഫീസറിൻ്റെ ഡ്യൂട്ടി അതേപോലത്തെയാണ്. മാനേജ്മെൻറ്റിൻ്റെ വക്താക്കളായിട്ട് എംപ്ലോയീസിന് ഇടയ്ക്ക് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ബിറ്റ്വീൻ ഒരു കാര്യസ്ഥൻ്റെയൊക്കെ ഡ്യൂട്ടിയാണ്. ബേസിക്കലി എന്താ പറയുക, മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാഫായിട്ട് നിൽക്കുമ്പോൾ ഒരു പവർ ഉണ്ടാവും. എംപ്ലോയീസിനെ ഒന്ന് മാനേജ് ചെയ്യാൻ, സുരക്ഷാ മാനദണ്ഡങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ സാധാരണക്കാരായ സ്റ്റുഡൻറ്റിന് പോലും ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു പവർ ഉണ്ടായി, അവനെ 10 പേര് അംഗീകരിക്കുന്നുണ്ട്. ഫിസിക്കലായിട്ട് എഫർട്ടൊന്നും തന്നെ ഇല്ല. അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും പ്രശംസ കിട്ടുമ്പോഴല്ലേ ആൾക്കാർ വളരുകയുള്ളൂ. അതിന് ഏറ്റവും ബെസ്റ്റ് ഫീൽഡാണ്. ഇപ്പം മറ്റു പല ട്രേഡ് കഴിഞ്ഞിട്ടുള്ളവരും ഇതിലോട്ട് തിരിയാനുള്ള കാരണം അത് തന്നെയാണ്. മണി മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു, പവറുണ്ട്, പൊസിഷനുണ്ട്, മറ്റുള്ളവർ അംഗീകരിക്കുന്നു. ഇതൊന്നും ഇത്രയും നാൾ കിട്ടായിരുന്നതാണ് പലർക്കും. ഇനി മറ്റേത് പ്രൊഫഷണലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഏവിയേഷൻ കോഴ്സ് ആയിക്കോട്ടെ, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ബിടെക് ആയിക്കോട്ടെ, അതിലൊക്കെ എത്തപ്പെട്ടാൽ തന്നെ അവിടെ ഇതെല്ലാം കൂടെ കിട്ടില്ല. ഒരുപക്ഷെ സാലറി കിട്ടുമായിരിക്കും. ആരും നമുക്ക് 10 പൈസ വെറുതെ തരില്ല. നിനക്കൊരു 50,000 രൂപ 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നെങ്കിൽ 10 ലക്ഷം രൂപയുടെ അവർ നിന്നിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിൽ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ശമ്പളം തരുള്ളൂ. അതിന് ഉതകുന്ന രീതിയിൽ, എന്നാലോ വലിയ എഫർട്ടൊന്നുമില്ല, അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് സാധാരണക്കാർക്ക് പോലും എത്താൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റു പല ട്രേഡിലുള്ളവർ ഇതിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്, ഇതിലേക്ക് മാറുകയാണ്. കാരണം എല്ലാ വിധത്തിലുള്ള പവർ കിട്ടുന്നുണ്ട്, അത് കണക്കാണ് മണി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മേഖല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏതൊരു ചെറുപ്പക്കാർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫീൽഡാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ സാർ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ഓർക്കുന്നുണ്ടോ, ഇവനിനി നന്നാവില്ല എന്ന് വിചാരിച്ചിട്ട് മോൾഡ് ചെയ്ത് ഒരു മിടുക്കനാക്കി എടുത്ത? അയ്യോ, ഒന്നല്ല, ഒരുപാട് ആയിരക്കണക്കിന് വേണം പറയാം. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ നമ്മളെ കൊണ്ട് ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ ഒരുപാടുണ്ട്. പിന്നെ അതിനൊക്കെ ഒരു സ്മരണ എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ പോയി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ തിരിച്ചുകൂടെ വരും. ലീവിനൊക്കെ വരുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടോട്ട് ഓടി വരുന്നു. ആദ്യം എനിക്കറിയാം, എയർപോർട്ടിൽ നിന്ന് തന്നെ നേരിട്ട് വരുന്ന എത്രയോ സ്റ്റുഡൻസ് ഉണ്ടെന്നറിയാം. കാരണം അവരിവിടെ വന്ന ക്ലാസ്സിൽ കയറിയ അപ്പോൾ ഓൺഗോയിങ് ബാച്ചുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടേ വീട്ടിലോട്ട് പോലും പലരും പോകാറുള്ളൂ. അതെന്താ, അവർക്ക് ഇന്ന് വരെ ഇങ്ങനൊരു കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നൊരു ജീവിതത്തെപ്പറ്റി പറയുന്നില്ലായിരുന്നു. പല പേരൻസ് നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റെ ഒരു സ്വഭാവം ഒന്ന് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളവരുണ്ട്. നാട്ടിൽ ഈ രാഷ്ട്രീയമൊക്കെ കളിച്ച് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അവർ രാഷ്ട്രീയത്തിന് വേണ്ടി ഇങ്ങനെ ജീവിതം തന്നെ തുലച്ച് ഹോമിച്ച് നടന്നിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഒരു എക്സ്പീരിയൻസ്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ ഈ രാഷ്ട്രീയമൊക്കെ കഴിച്ച് ഇവനൊരു കേസിൽ പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് മാറി നിന്നേ പറ്റുള്ളൂ. അങ്ങനെ വന്ന സമയത്താണ് ഇവൻ്റെ ഫാദർ ഇവിടെ കൊണ്ടുപോകും. വേറെ ഒന്നിനുമല്ല, 1 മാസം ഒന്ന് മാറ്റി താമസിപ്പിക്കുക. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. ആ 1 മാസം മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഹോസ്റ്റൽ ഫ്രീ ഒക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലും കൂടെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ആശാനെ ഇവിടെ കൊണ്ട് ചേർത്ത്. അവൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒളിച്ച് താമസമാണ് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലായപ്പോൾ ഇവന് തന്നെ മനസ്സിലായത് ഇവിടെ കിടന്ന് ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് നടന്നിട്ട് കാര്യമില്ല. എന്നാൽ പുള്ളി ഇവിടെ വലിയ ഒരു രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു, സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഒരു പ്രസ്ഥാനത്തിൻ്റെ. പക്ഷേ ഈ 1 മാസം കഴിയുമ്പോൾ അവൻ തിരിച്ച് ഈ കേസിൻ്റെ മണ്ണാങ്കട്ടയൊക്കെ 1-2 മാസത്തിൽ തീർന്നു. അത് കഴിഞ്ഞാൽ അവിടെ അങ്ങ് നിർത്തിയിട്ട് ആശാൻ കയറി അങ്ങ് പോയി. ഇന്നിപ്പോൾ നല്ല മിടുമിടുക്കനായിട്ട് എന്നാൽ ആ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഇവനെ എങ്ങനെ ഈ മാറ്റമെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. അതാണ്, ഓരോരുത്തർക്കും ചില സമയമുണ്ട്. ആ സമയമാകുമ്പോൾ കറക്റ്റ് പാതയിലിട്ട് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി നൽകും എന്നൊരു വാഗ്ദാനം കേൾക്കാറുണ്ട്. അപ്പം എങ്ങനെയാണ് 100% പ്ലേസ്മെൻറ്റ് എത്തിക്കാൻ സാധിക്കുന്നത്? ആക്ച്വലി പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തെറ്റിദ്ധരിക്കപ്പെടുന്നത് ആ സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്താൽ മതി, അതങ്ങ് ജോലിയിലാക്കിത്തരും. പലപ്പോഴും ഈ കോളൊക്കെ വരുമ്പോൾ തന്നെ എൻക്വയറിയിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾ ജോലിയിലാക്കി തരുമെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് പലരും പറയാറുള്ളത്. ആക്ച്വലി നമ്മൾ പ്ലേസ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്ലേസ് ആകുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ഇവരെ കപ്പാസിറ്റി വളർത്തുക എന്നുള്ളതാണ്, ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിയായ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പ്ലേസ്ഡ് ആകും എന്നുള്ളതാണ്. നമ്മൾ വലിയ എഫേർട്ട് അവിടെ കൊടുക്കേണ്ട. നമ്മളൊരു പ്ലേസ്മെൻറ്റ് ഏജൻസി അല്ലല്ലോ. എന്നാൽ ഒരുപാട് പ്ലേസ്മെൻറ്റ് ഏജൻസികൾ നമ്മളെ അപ്രോച്ച് ചെയ്യും. അവർ അപ്രോച്ച് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളുടെ ഒരു ക്വാളിറ്റി, അവർ ഇൻ്റർവ്യൂവിന് വേണ്ടി അവരെ റെഫർ ചെയ്ത് ഉറപ്പായും കിട്ടുമെന്നറിയാം. അങ്ങനെ ഒരുപാട് പ്ലേസ്മെൻറ്റ് ഏജൻസികൾ നമ്മളെ അപ്രോച്ച് ചെയ്യും. കൂടാതെ മറ്റൊന്ന്, നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ് പോകുന്ന സ്റ്റുഡൻസ് തന്നെയാണ് വരും ബാച്ചിലേക്കുള്ള ആൾക്കാരെ റെഫർ ചെയ്ത് വരാറുള്ളത്. അപ്പോൾ പ്ലേസ്മെൻറ്റ് നമ്മളിവിടെ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് 100% ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ
മദ്രാസിലായിക്കോട്ടെ, ബാംഗ്ലൂർ, ബോംബെ, ഇവിടെയൊക്കെ പല പല കമ്പനികളിലും ഇനിഷ്യലി ആൾക്കാരെ ആവശ്യമുണ്ട്. അവിടെ പക്ഷേ വലിയ സാലറി ഒന്നും കിട്ടണമെന്നില്ല. ഒരു 25,000-35,000 രൂപ സാലറിയിലൊക്കെ ആയിരിക്കും ആദ്യം കിട്ടുക. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുള്ള, നിങ്ങൾ മറ്റുള്ള ഒന്നും നോക്കണ്ട, അതിനോട് ഒരുപാട് വേക്കൻസി വരുന്നുണ്ട്. കമ്പനി തന്നെ നേരിട്ട് നമ്മുടെ ഇവിടെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ആദ്യം ഒരു ലാഡർ എന്നുള്ള നിലയ്ക്ക്, ഒരു ചവിട്ടുപടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കാണ് ഇവരെ റെഫർ ചെയ്യുന്നത്. അവരവിടെ പൊക്കോളും. അപ്പം ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റൊക്കെ അവർക്ക് ഒന്നുകൂടെ പരിചയപ്പെടാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന വേളയിലായിരിക്കും എബ്രോഡിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകൾ. ഒരു ഇൻ്റർവ്യൂവിനുള്ള ചാൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കൊടുക്കാൻ കാരണം നമ്മുടെ ഇത്രയും നാളത്തെ ഒരു വാസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഈ രംഗത്ത് 10-35 വർഷമായിട്ടുള്ളതുണ്ടല്ലോ, അതിൻ്റെ ഒരു ട്രാക്ക് ഉള്ളത് കാരണം ഒരുപാട് കമ്പനിക്കാരായാലും ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞാലും ഈ മേഖലയെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബാച്ച് കഴിയുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന, പൊസിഷനാക്കാൻ പറ്റുന്ന എല്ലാ ഇതും ഓൾറെഡി ഉണ്ട് നമ്മുടെ. അപ്പോൾ അതൊന്ന് ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അവർ തന്നെയാണ് ഇപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പം പണ്ടത്തെ പോലല്ല. പണ്ട് നമ്മൾ ഓഫ്ലൈൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ബോംബെയിൽ പോയി താമസിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട രീതിയൊക്കെ ആയിരുന്നു. നമ്മളിവിടെ വേക്കൻസി ഒന്നും കാണാൻ അറിയാനുള്ള സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ സ്ഥാപനത്തിലേക്ക് തന്നെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞു പോകുന്ന സ്റ്റുഡൻസ് പറഞ്ഞു വരാറുണ്ട്. ഓരോ ബാച്ച് കഴിയും തോറും അവരെ ഓരോരോ ഇൻ്റർവ്യൂവിന് വേണ്ടി നമുക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. ആ റെഫറൽ പോയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും അവർ സക്സസ് ആയിരിക്കും. ആ ഒരു രൂപത്തിലാണ് ഞാനും ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളാണ്. പല പല വലിയ ഫോറിൻ കമ്പനികളുടെ പ്രൊമോട്ടേഴ്സൊക്കെ ഇവിടെ വരുമ്പം സേഫ്റ്റിയുടെ മേഖലയിലേക്ക് ഇൻ്റർവ്യൂ എടുക്കേണ്ടി വരികയാണെന്ന് ഘട്ടത്തിൽ. അപ്പോൾ പല പല ട്രേഡിലേക്കും ഇൻ്റർവ്യൂവിനായിട്ടായിരിക്കും അവർ വരിക. പക്ഷേ സേഫ്റ്റിയിലെ ടെക്നിക്കൽ നോളജിൽ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവരെ ആയിരിക്കും അവിടെ ഇരുത്തുക. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട്, ഇപ്പം ചില വലിയ വലിയ കമ്പനിയുടെയൊക്കെ ഞാൻ പോകും. അപ്പോൾ ഇവർ പലരും ഉദ്യോഗാർത്ഥികളും സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് വരുന്നത്. സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ജോലി തരുന്നത് അതങ്ങോട്ട് മാറ്റി വെക്കും. അവൻ്റെ നോളജ്, പ്രാക്ടിക്കൽ നോളജ് എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അതിനകത്ത് ഏകദേശം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഷോയർ സെക്കൻഡ് രണ്ടാമതാണ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്ലേസ്മെൻറ്റിന് ഒരു വാസ്റ്റായിട്ടൊരു ട്രാക്ക് ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ കോഴ്സ് കഴിയുന്നവർക്കും, എല്ലാ ബാച്ച് കഴിയുന്നവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്ലേസ് ആക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ ഇത്രത്തോളം തിരക്ക് വരാനും കാര്യം. ഈ കോഴ്സ് കൂടാതെ മറ്റെന്തെങ്കിലും ആഡ് ഓൺ കോഴ്സുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സേഫ്റ്റി മേഖലയിലേക്ക് നമ്മളിവിടെ ഒരു ബേസ് കോഴ്സാണല്ലോ, ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ എബ്രോഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ തന്നെ നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഓഫ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇതുണ്ട്, നെബോഷ് എന്ന് പറയുന്ന കോഴ്സുണ്ട്. നെബോഷ് ഒരു മാൻഡേറ്ററി ആണ്. നമ്മൾ ഈ നെബോഷിലേക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് കൃത്യമായിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ. അത് നെബോഷ് സ്റ്റാൻഡേർഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ കോച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് നെബോഷൊക്കെ പോയി എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. സാധാരണ അതിന് ഭീമമായ ഫീസൊക്കെയാണ്. ഒരുപാട് സ്റ്റുഡൻസ് നെബോഷിൻ്റെയൊക്കെ കോഴ്സിന് പോയി അതും ഈ പറഞ്ഞക്ക് 10-12 ദിവസത്തെ ക്ലാസ്സും അതിന് ശേഷമുള്ള എക്സാമിനേഷനും ഒക്കെയാണ്. അതങ്ങനെ തിയറിയും പ്രാക്ടിക്കലും പെട്ടെന്ന് കിട്ടില്ല. സേഫ്റ്റിയുടെ നല്ല ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ മാനേജ്മെൻറ്റ് സൈഡും പ്രാക്ടിക്കൽ സൈഡും ടെക്നിക്കൽ സൈഡും നല്ലതുപോലെ അറിയാമെങ്കിൽ മാത്രമേ നെബോഷ് കിട്ടുകയുള്ളൂ. അതിന് വേറെ പരിപാടി മാൽ പ്രാക്ടീസ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് നല്ലവണ്ണം അറിഞ്ഞെങ്കിൽ മാത്രമേ നെബോഷൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നെബോഷ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബേസ് കോഴ്സ് ചെയ്യാനായിട്ട് ആൾക്കാർ നിരവധി വരാറുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉറപ്പാണ് അവർക്ക് നെബോഷ് എഴുതിയാൽ കിട്ടുകയും ചെയ്യും. അത് വളരെ ഒരു ആഡ് ഓൺ കോഴ്സ് പോലെ തന്നെ നമ്മുടെ ഈ 1 മന്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കേസാണ് പ്രീ നെബോഷ് എന്ന് വേണമെങ്കിൽ പറയാം. നെബോഷിന് മുമ്പുള്ള, അപ്പോൾ നെബോഷിൻ്റെ ഒരുപാട് അക്രഡിറ്റേഷൻ സെൻ്ററുണ്ട്. അവിടെ എവിടെ നിങ്ങൾ പഠിച്ചാലും, എവിടെ നിന്ന് നെബോഷ് എടുക്കാൻ പോയാലും ഈ ഒരു ഫൗണ്ടേഷൻ നെബോഷിൻ്റെ കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ പാസ്സാവുള്ളൂ. സാധാരണ നെബോഷ് കോഴ്സ് കൊടുക്കുന്നവരിൽ അവർ സ്പീഡിൽ കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ബുദ്ധിയുള്ളവരാണ് അത് കേട്ട് മനസ്സിലാക്കി ചിലപ്പം ചിലരൊക്കെ പാസ്സായെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ 1 മന്ത് കോഴ്സ് കഴിഞ്ഞ് പോകുന്നവർ ഏത് സെൻറ്ററിൽ നെബോഷ് അപ്പിയർ ചെയ്താലും അവർ പാസ്സാകും എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെ നമ്മുടെ സെൻറ്ററിനെ സമീപിക്കാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മേഖലയിൽ പല വിഷയങ്ങളുണ്ട്, സ്കഫോൾഡിങ്, അങ്ങനെ പിന്നെ കൺഫൈൻ സ്പേസ്, ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് അത് പഠിപ്പിച്ച ശേഷം. അങ്ങനെ അതെല്ലാം ഒരു ആഡ് ഓൺ കോഴ്സായിട്ട് ഈ ഒരു മെയിൻ സ്ട്രീമിലേക്ക് എത്താനുണ്ട്. പിന്നെ അത് കണക്ക് നമുക്കറിയാം ഈ ഫയർ വാച്ച് ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്മോൾ കോഴ്സുകൾ, ഫസ്റ്റ് എയ്ഡിൻ്റെ കോഴ്സുകൾ, ഇതെല്ലാം ചെറിയ ഇതിനോട് അനുബന്ധമായിട്ടുള്ള കോഴ്സുകൾ കോച്ചിങ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം മെയിൻ സിലബസിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് സാറിന് യുവതലമുറകളോട് സംസാരിക്കാനുള്ളത്? നമുക്ക് ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് സത്യത്തിൽ എല്ലായിടത്തും അവസരങ്ങളുണ്ട്.
നമ്മുടെ നാട്ടിലുണ്ട് അവസരം. ഇപ്പം അറിയാമല്ലോ, 10-35 വർഷമായിട്ട് ഞാൻ ഈ രംഗത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ സാധ്യത ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ തലത്തിലേക്ക് വരുമ്പം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അത്രത്തോളം സ്ട്രിക്റ്റ് അല്ല എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഉള്ള സ്ഥലത്ത് നമ്മളെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ എവിടെയും സേഫ്റ്റി ഫസ്റ്റ് ദെൻ വർക്ക് എന്നുള്ളതാണ് ലോകരാജ്യങ്ങളിലെല്ലാം. ഇപ്പോൾ ബൈ പ്രൊഫഷൻ എൻ്റെ ആണെങ്കിലും എൻ്റെ ഒരു ട്രാക്ക് തന്നെ എൻ്റെ കുട്ടികളും എല്ലാം ഈ ഫീൽഡിലാണ്. എൻ്റെ മൂത്തയാൾ ഇപ്പം UK അവൻ HSC ഓഫീസറാണ്, ഹെൽത്ത് സേഫ്റ്റി ഗവൺമെൻറ് എഞ്ചിനീയറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു പാരമ്പര്യം തന്നെ നിലനിൽക്കാൻ കാര്യം എന്താണ്, ഇതെന്ന സാധ്യതയാണ്. ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല, ഈ ഇപ്പം മാറി വരുന്ന കാലഘട്ടത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിച്ച് ഉന്നതിയിലെത്താൻ പറ്റുന്ന പല പല കോഴ്സുകളുണ്ട്. ഇവരിപ്പം എപ്പോഴും മൊബൈലിലും അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷയൊന്നുമില്ല ഇങ്ങനെ കൂപ്പൂത്തി കിടക്കുമ്പം കണ്ണ് തുറക്കുന്നില്ല. പക്ഷേ ഉറപ്പുണ്ട്, യാതൊരു പ്രതീക്ഷയില്ലാത്ത കുട്ടികളാണെന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഉള്ളിൽ കഴിവുണ്ട് നല്ലതുപോലെ, അത് ഏതെന്ന് കാട്ടിക്കൊടുക്കാൻ പറ്റാതെ വരുന്നതാണ്. അപ്പോൾ എനിക്ക് യുവതലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് ശ്രമിക്കുക, ഈ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഒരു എൻക്വയറിയോ അല്ല നമ്മുടെ സെൻറ്ററിലോട്ടൊക്കെ ഒന്ന് വരിക, അവിടെ കഴിഞ്ഞു പോയിട്ടുള്ളവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അത്തരത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴെല്ലാം തിരികെ കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും അനസ്യൂതമായിട്ടുള്ള ഒരു ഫ്യൂച്ചറുള്ളവരാണ് നമ്മുടെ തലമുറ. അവർക്കെല്ലാം നല്ല ബുദ്ധിയുണ്ട്, വിവേകശക്തിയൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു മയക്കാവസ്ഥയിലേക്ക് ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയിലേക്ക് പെട്ടവിടെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്വല്പം ഒന്ന് മാറ്റി വെച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ശോഭനമായൊരു ഭാവി ഈ രംഗത്ത് തന്നെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ സ്ഥാപനം ഇനി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് ഈ കണ്ടാമിനേഷനുള്ള ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അവരെ യഥാർത്ഥത്തിൽ അവരുടെ സ്കിൽ എന്ത് എന്ന് കാട്ടിക്കൊടുക്കുക. അവരുടെ തന്നെ റിസോഴ്സ് നമ്മൾ കേട്ടില്ല, HR ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കേട്ടില്ല, ഹ്യൂമൻ റിസോഴ്സ് HRD. ഓരോ വ്യക്തികളുടെ ഉള്ളിൽ ഒരു റിസോഴ്സ് ഉണ്ട്. ആ റിസോഴ്സിനെ കാണാൻ പറ്റാതെ വരുന്നതാണ് പലരുടെയും പ്രശ്നം. അപ്പോൾ ആ റിസോഴ്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് പ്ലാനിങ്ങുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിലാണെങ്കിലും ആദ്യം ആ ഗ്രൗണ്ട് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇവർ ഭാവിയെപ്പറ്റി പോലും ചിന്തിക്കുകയുള്ളൂ. അത്തരത്തിൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തത്തക്ക രീതിയിലുള്ള ഒരു സിലബസിലൂടെ തന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള ഏത് ഉദ്യോഗാർത്ഥികളെയും നല്ലൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പം മൈൻടെക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. 35 വർഷമായി സേഫ്റ്റി എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സേഫ്റ്റി എഡ്യൂക്കേഷൻ മേഖലയിലെ കുലപതി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഡോക്ടർ B ജയപ്രകാശാണ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനിയുള്ള എല്ലാ ഉദ്യമങ്ങൾക്കും ഒരുപാട് ആശംസകൾ നേരുന്നു സർ. താങ്ക് യു. താങ്ക് യു.